വയനാട്ടിലെ ദുരന്തബാധിതരുടെ വായ്പ സംസ്ഥാനം ഏറ്റെടുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ദുരന്തബാധിതരായ മനുഷ്യർക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിക്കില്ല. കടബാധിതരെ ചേർത്തുപിടിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ വായ്പ എഴുതിത്തള്ളാൻ തയ്യാറാവാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്നും കെ രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വയനാട് ദുരന്തബാധിതർക്ക് വേണ്ടി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൻ്റെ നിർമ്മാണോദ്ഘാടനം തറക്കല്ലിടൽ ഇന്ന് നടക്കുകയാണ്. റവന്യൂ മന്ത്രി കെ രാജൻ നമുക്കൊപ്പമുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുക അല്ലെങ്കിൽ അവർ പറഞ്ഞു വിടുകയാണ് ചെയ്യുക. പക്ഷേ ഇത് നമ്മൾ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞൊരു വീട് മാത്രമല്ല, മറ്റു സൗകര്യങ്ങൾ എന്നൊരു ചിന്തയിലേക്കാണ് പോയത്. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് നമ്മൾ വരുന്നത്. അതിന് പ്രധാനമായിട്ടും 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, രാജ്യത്താദ്യമായി ദുരന്തബാധിതരായ ആളുകളോട് പുനരധിവാസത്തെക്കുറിച്ചിട്ടുള്ള അവരുടെ ആശയും ആശങ്കകളും കഴിഞ്ഞ ഓഗസ്റ്റ് 23 തന്നെ അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. അന്നതിൽ മഹാഭൂരിപക്ഷം പേരും പറഞ്ഞത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരിടത്ത് താമസിക്കാനാകുന്ന വിധത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കി തരണം എന്നാണ്. രണ്ടാമത്തെ പ്രശ്നം, മറ്റു പലയിടങ്ങളിലും ഉള്ളതുപോലെ ഇപ്പോൾ പ്രഖ്യാപിച്ച തുകയുടെ ഇരട്ടി തുക കൊടുത്തോ അതിനേക്കാൾ കൂടുതൽ കൊടുത്തോ ആളുകളോട് അവരവരുടെ സ്ഥലമന്വേഷിച്ച് പോകാൻ പറഞ്ഞാൽ പലപ്പോഴും വയനാടിൻ്റെ ഭൂമിയുടെ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് വയനാട്ടിൽ ഭൂമി എടുക്കാൻ അവർക്ക് സാധ്യമാകില്ല. കാരണം മഹാഭൂരിപക്ഷവും പ്ലാന്റേഷനാണ്, ജന്മം കൊണ്ട് ഒരുമിച്ചുള്ള സ്ഥലമില്ല. മാത്രമല്ല ഒരേ ഇടത്തോ മേപ്പാടി പഞ്ചായത്തിലോ നിൽക്കുക അത്ര എളുപ്പമാകില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ദുരന്തമുണ്ടായ ഉടനെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിൽ എന്തൊക്കെയായിരിക്കും അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ? കേവലം വീട് മാത്രമല്ല, ഒരു ടൗൺഷിപ്പിനകത്ത് ഒരു ഗ്രാമം പോലെ മാറുന്നതിനകത്ത് എന്തെല്ലാമാണോ അവർക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ കൽപ്പറ്റ ടൗണിലുള്ള എൽസ്റ്റോൺ എസ്റ്റേറ്റ് ആകുമ്പോൾ സ്കൂളോ ആശുപത്രിയോ അവിടെ വേണ്ടി വരില്ല. പക്ഷേ അവിടെ അംഗനവാടി വേണ്ടി വരും, അവിടെ ലൈബ്രറി വേണ്ടി വരും, ചെറിയ മാർക്കറ്റ് വേണ്ടി വരും, കളിക്കളം വേണ്ടി വരും, പിന്നെ മറ്റ് ആവശ്യമുള്ള എൻ്റർടൈൻമെൻറ്റും ആവശ്യ വസ്തുക്കളും എല്ലാം വേണ്ടി വരും. അതെല്ലാം അവിടെ തന്നെ കൂട്ടിയോജിപ്പിക്കും. മൃഗാശുപത്രി ഉണ്ടാകും. അവിടെ അതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കേണ്ട മറ്റ് സംവിധാനങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കേവലം വീട് പുനർനിർമ്മിച്ചു കൊടുക്കുക എന്നതിൽ നിന്ന് വ്യത്യസ്തമായി വീടുകളടങ്ങുന്ന ഒരു ഗ്രാമത്തെ തന്നെ പുനർനിർമ്മിക്കുക ആശയമാണ് ടൗൺഷിപ്പ് എന്നൊരു ഐഡിയയിലേക്ക് വരുന്നത്. കടബാധ്യത എഴുതിത്തള്ളാൻ കേന്ദ്രം തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട്. എന്താണ് സംസ്ഥാനത്ത്? അല്ല, കേന്ദ്രം കടബാധ്യത എഴുതിത്തള്ളാൻ തയ്യാറാകേണ്ടത് ലോകസഭ ചുമതലപ്പെടുത്തിയ ഒരു വകുപ്പിൻ്റെയും ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അതിന് കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ ഒരു കാരണവശാലും കടബാധ്യതയുള്ളവരെ ഒറ്റപ്പെടുത്താവുന്ന നടപടിയായിരിക്കില്ല സർക്കാരിൻ്റെ. ഇത് ചേർത്ത് നിർത്തും. ഗവൺമെൻറ് ഇപ്പോൾ കണക്കെടുത്തിട്ടുണ്ട്, 782 കുടുംബങ്ങളിലായി 1200 ശതമാനം ലോണുകളും കടബാധ്യതകളുമാണ് അവിടെ നിലനിൽക്കുന്നത്. 30 കോടിയിലധികം സംഖ്യകൾ കേരള ബാങ്കിൻ്റെ കടങ്ങൾ ഇപ്പോൾ എഴുതി തള്ളിയിട്ടുണ്ട്. ബാക്കി വരുന്ന തുക ഒരു കാരണവശാലും അവരുടെ മേൽ ഭാരം അടിച്ചേൽപ്പിക്കാത്ത വിധത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രം തയ്യാറായില്ലെങ്കിൽ നമ്മൾ സംസ്ഥാനത്ത് കൈകാര്യം ചെയ്യും. ഇപ്പോൾ കൃത്യമായ തീരുമാനം എടുക്കാതെ ഇത് പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദുരന്തബാധിതരായ മനുഷ്യരെ ഒരു വിധത്തിലും വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ഒരുക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീരുമാനമെടുക്കാതെ ഒരു പ്രഖ്യാപനമായിട്ട് വന്നില്ലെങ്കിലും ഉറപ്പ് പറയുന്നു, കേന്ദ്രം ആ വായ്പ എഴുതി തള്ളുന്നില്ലെങ്കിൽ കേരളം അവരെ ചേർത്തു പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട ദുരന്തബാധിത പ്രദേശത്ത് താമസിക്കുന്ന ചുരൽമല മുണ്ടക്കയിലെ പ്രദേശവാസികളെ പറയുന്നു, സംസ്ഥാന സർക്കാർ നിങ്ങളുടെ 30 കോടിയോളം വരുന്ന നിങ്ങളുടെ വായ്പാ കടം പൂർണ്ണമായിട്ടും എഴുതിത്തള്ളാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് സംസ്ഥാന സർക്കാർ ഒരു ഔദ്യോഗിക തീരുമാനമായി പ്രഖ്യാപിക്കും. അതിൻ്റെ സൂചനയാണിപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി നൽകിയത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിനമാണ്. അതുകൂടി കേൾക്കുന്നതിൽ നമുക്ക് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനത് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നത് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പലിശ സഹിതമുള്ള മൊറട്ടോറിയം എന്ന് പറഞ്ഞാൽ ഈ വർഷം നിങ്ങൾ അടയ്ക്കേണ്ട അടുത്ത വർഷം മുതൽ അതിൻ്റെ പലിശയും കൂടെ ചേർത്ത് അടച്ചുകൊള്ളണം. അതിലിപ്പോൾ മൊറട്ടോറിയം കൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ളതാണ് ഹൈക്കോടതി തിരിച്ചു ചോദിച്ചത്. അതുകൊണ്ട് മനസ്സർപ്പിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ഹൈക്കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ എടുക്കുന്ന ആ തീരുമാനം വളരെ നന്നായിരിക്കും. തറക്കല്ലിടലിനോടൊപ്പം തന്നെ ഹൃദയത്തെ തൊടുന്ന ആ തീരുമാനവും ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റവന്യൂ വകുപ്പ് മന്ത്രി നമുക്ക് നൽകിയ സൂചനയും അതാണ്. കേന്ദ്രം ആ വായ്പ എഴുതി തള്ളുന്നില്ലെങ്കിൽ സംസ്ഥാനം അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തും, അവരെ ചേർത്തു നിർത്തും, ആ ബാധ്യത അവരിലേക്ക് വരാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.